പൃഥ്വിഷ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൈ കഴുകാൻ വെള്ളം കോരിക്കൊടുത്തില്ല. 67-കാരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞു. തുടർന്ന് കൈ കഴുകാൻ വെള്ളം കോരി നൽകിയില്ലെന്ന് പറഞ്ഞാണ് കൈ അടിച്ചൊടിച്ചത്. ശരീരത്തിലെ നെയ്യ് കൂടിപ്പോയാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. തൊഴിലുറപ്പ് ചെയ്താൽ സാറേ ഞാൻ ജീവിക്കുന്നത്. തൊഴിലുറപ്പ് ചെയ്താൽ ജീവിക്കുന്നത്. അവൻ അതുവരെ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞില്ല. ഈ വേല ചെയ്തത് അതെന്തൊരു വേല എങ്ങനെ സഹായിക്കോ? ആരാ ഉള്ള ദാഹിച്ച വെള്ളം തന്നാ വേണ്ടില്ല എന്റെ പോരാ തിന്നുന്നത്. കൊല്ലം കടയ്ക്കലിൽ കൈ കഴുകാൻ വെള്ളം കോരി നൽകാത്തതിനെ തുടർന്ന് 67-കാരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചു. കോട്ടക്കൽ സ്വദേശിനിയായ കുൽസം ബീവിയുടെ ഇടത് കൈയാണ് വിറക് കമ്പ് കൊണ്ട് അടിച്ചൊടിച്ചത്. 45 വയസ്സുള്ള മകൻ നിസറുദ്ദീൻ അറസ്റ്റിലായി. കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വൈകുന്നേരം 4:30 മണിയോടെ വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിച്ചു. അമ്മ മകന് ഭക്ഷണം നൽകി. ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഇയാൾ അസഭ്യം പറഞ്ഞു. ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം കോരി നൽകിയില്ല എന്ന് പറഞ്ഞ് മുറിയിലെത്തി കട്ടിലിൽ ഇരുന്ന 67-കാരിയായ അമ്മയെ ഇയാൾ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് അമ്മ കിണറ്റിൽ നിന്നും വെള്ളം കോരി നൽകി. വെള്ളം കോരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് തൊട്ടിയും വെള്ളവും വലിച്ചെറിയുകയും സമീപത്തുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തിൽ ഇവരുടെ ഇടത് കൈ ഒടിഞ്ഞു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഭക്ഷണവും ഇയാൾ അടിച്ചു നശിപ്പിച്ചു. കുൽസം ബീവിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് പൃഥ്വിഷ ന്യൂസ്. കക്ഷി തിന്നിട്ട് ഇരുന്ന ബാക്കി ആഹാരം എടുത്ത് തൈത്തളയും. ബാക്കി എടുത്താൽ മെച്ചെടുത്താൽ എറിഞ്ഞ് മെറ്റത്തെറിഞ്ഞ് കറി എടുത്തെറിഞ്ഞ് ചോറ് എടുത്തെറിഞ്ഞ് ഞാൻ നോമ്പ് മുറിച്ച് ഞാൻ എന്തോ തിന്നു. ഇനിയിപ്പം ഞാൻ നോമ്പോട്ട് കൂടി ഇരുന്നില്ലയോ. അടുത്ത വീട്ടിൽ നിന്ന് ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ട് വരുന്നു. എൻ്റെ മരുമോള് എവർക്കുള്ള രണ്ടാമത്തെ അവൻ്റെ പെണ്ണ് അവള് വിളിച്ചു പറഞ്ഞാൽ മറ്റേ കൊച്ചു അറിഞ്ഞത്. അങ്ങടന്ന് വിളിച്ചു പോയിട്ടൊന്നും അതും അറിഞ്ഞില്ല. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വന്ന് ഒരു കുറേ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്ന് അത് വെച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഇരുന്നാണ് നോമ്പ് മുറിക്കുന്നത്. അത് പച്ചവെള്ളം കൊണ്ട് തന്നാ കൊച്ച്, അടുത്ത വീട്ടിലെ കൊച്ച്. എന്നിട്ട് എണ്ണയൊക്കെ ഇട്ട് തടവി തന്നെനിക്ക് കയ്യിലും കാലിലും ഒക്കെ. ഓടി പോകല്ലേ കൈക്ക്? കൈ ഒടിഞ്ഞതല്ലേ? ഓടിവാ.